കൊല്ലം കോർപ്പറേഷനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നെല്ലാവരും ഒന്ന് നോക്കൂ. കൊല്ലം കോർപ്പറേഷനിൽ ഇതാ UDFന്റെ ഒരു മുന്നേറ്റം പ്രകടമാവുകയാണ്. കൊല്ലം കോർപ്പറേഷനിലെ അവസാനത്തെ കണക്ക് പുറത്തു വരുമ്പോ കൊല്ലം കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്നത് ആരാണ്? അത് UDF ആണെന്നാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റിൽ മനസ്സിലാക്കുന്നത്. അതിൽ എത്രയാണെന്ന് ടാലി അപ്ഡേറ്റ് ചെയ്യണം. ടാലി കൊല്ലം കോർപ്പറേഷനിലെ കണക്ക് എന്താണെന്ന് അറിയണം. കൊല്ലം കോർപ്പറേഷനില് 17-20 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. LDFന്റെ ഉരുക്കുകോട്ടയായ കൊല്ലത്ത് UDF ലീഡ് ചെയ്യുന്നു. ലിജോ, എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ നാട്ടില്? കോർപ്പറേഷനിൽ ഫലമറിഞ്ഞത് 17 വാർഡുകളിലാണ്. അതിൽ 11 അതായത് കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്നത് 10 കൗൺസിലർമാരായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 11 ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ മത്സരം നടക്കുന്നത് LDF NDA തമ്മിലാണ്. ആര് കൂടുതൽ സീറ്റ് പിടിക്കുമെന്നുള്ള ഒരു കാര്യത്തിലാണ് മത്സരം നടക്കുന്നത്. ഫലം അറിഞ്ഞതിൽ 3 LDFും 3 NDAയും വിജയിച്ചിരിക്കുന്നു. ആശ്രാമത്ത് ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം 800 പിന്നിട്ടിട്ടുണ്ട്. അതോടുകൂടെ അവിടെ NDAയുടെ എണ്ണം 4 ഉയരുകയും ചെയ്യും. സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയാണ് കൊല്ലം ജില്ലയിൽ. സംസ്ഥാനത്ത് എവിടെയൊക്കെ തിരിച്ചടി ഉണ്ടായാലും LDFിനോടൊപ്പം മാത്രം നിന്ന ജില്ലയിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നിലവിലെ മേയർ ഹണി ബെഞ്ചമിൻ 3 റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഏകദേശം 180 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുകയാണ്. സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള UDFിൽ നിന്നുള്ള കുരുവിള ജോസഫിനെതിരെയാണ് മത്സരിക്കുന്നത്. ഇനി ജില്ലാ പഞ്ചായത്തിലെ കണക്ക് വന്നു കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് 13 LDFും 12 UDFും ലീഡ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിന്റെ ഫലം പോലും മാറി മറിഞ്ഞേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊട്ടാരക്കര നഗരസഭ അത് LDF നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലിജോ പോലെ കൊല്ലത്തെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥിതി എന്താണ്? മേയർ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു കൊല്ലത്ത്. കൊല്ലം കോർപ്പറേഷനിൽ അടക്കം ഉണ്ടാവുന്ന മാറ്റം കോർപ്പറേഷനുകൾ അപ്പാടെ വീഴുന്നതിന്റെ കാഴ്ചയാണോ ഇപ്പൊ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ദിനം ഒട്ടും ആശാവഹമായ ഒരു ദിവസമല്ല, സന്തോഷത്തിന്റെ ദിവസമല്ല. കോർപ്പറേഷനുകളിൽ അവർ വീഴുന്നതിന്റെ കാഴ്ച ഒരിക്കലും വീഴില്ല എന്നുറപ്പിച്ച കോർപ്പറേഷനുകളിൽ വീഴുകയാണ്. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദനുണ്ട്. കണ്ണൂരിലെ കഥ എന്താണ് ബിജീഷ്? കോർപ്പറേഷന്റെ, ജില്ലാ പഞ്ചായത്തിന്റെ. ഇതിനകത്ത് കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ NDA 4ാമത്തെ ഡിവിഷനിൽ തുടരുകയാണ്. 3 ഡിവിഷനുകളിൽ അവർ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. 4ാമതൊരു ഡിവിഷൻ, അതായത് തുളിശ്ശേരി ഡിവിഷനിൽ മുന്നേറുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ തവണ ഒരു ഡിവിഷനിൽ മാത്രമാണ് NDAക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് ഇത്തവണ 3 വിജയിച്ചു കഴിഞ്ഞു. 4ാമത്തെ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുന്നേറ്റം തിരിച്ചുപിടിച്ച മുന്നേറ്റം വലിയ തരത്തിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത്, അത് CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വാർഡിൽ അവിടെ 50% മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന ഒരു വാർത്തയുള്ളത്. നഗരസഭയിൽ അവിടെ മത്സരിച്ചിരുന്ന CPM സ്ഥാനാർത്ഥി PK നിഷാദ് നേരത്തെ അറിയാം പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന നിഷാദ് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ എതിർ സ്ഥാനാർത്ഥികൾ UDFന്റെയും അതുപോലെ തന്നെ NDAയും സ്ഥാനാർത്ഥികൾ നിഷാദാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ശരി, കണ്ണൂരിലെ കഥയാണ് കണ്ടത്. എന്തായാലും UDFനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റവും LDFനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയും ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫല ദിവസമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും? പ്രാദേശിക വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ? ക്ഷേമ പെൻഷൻ മാത്രമേ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ? പ്രാദേശിക വികസനമാണോ ചർച്ച ചെയ്യുക? അതോ അതിനപ്പുറത്തുള്ള സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഡിവൈഡുകളാണോ ചർച്ച ചെയ്യപ്പെടുക? അതോ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യപ്പെടുമോ? ചർച്ച ചെയ്യപ്പെട്ടത് എന്താണ് എന്നതിലേക്കുള്ള സൂചനകൾ വളരെ വ്യക്തമായി തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉരുക്കുകോട്ടകൾ ഇളകി വീഴുക എന്ന് വെച്ചാൽ അതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴുക ചില്ലറ വീഴ്ചയല്ല. LDFനെ സംബന്ധിച്ച് ഒരു അസംബ്ലി ഇലക്ഷനിലോ ലോക്സഭയിലോ തോൽക്കുന്ന പോലെയല്ല. ലോക്സഭയിലെ 19 പരാജയം എന്ന് പറയുന്നത് അത് ഒരു ദേശീയ വികാരത്തിന്റെ, ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവികമായും കോൺഗ്രസിന് കിട്ടുന്ന ഒരു എഡ്ജിന്റെ ഭാഗം എന്ന് പറയാം.